ഹലോ ഫ്രണ്ട്സ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ജോലിയെല്ലാം ഒതുക്കിയിട്ട് അങ്ങനെ റംബൂട്ടാൻ പറിച്ച് തിന്നാന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിയതാണ്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. നിങ്ങൾ ഞെട്ടിയില്ല, കാരണം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണും. എനിക്ക് ഇതുവരെ ഓർക്കിഡ് വളർത്തിയിട്ട് ഫ്ലോപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഓർക്കിഡ് നട്ടിടുന്ന പുതിയ ഇലയൊക്കെ വന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് പൂക്കൾ വരാറുണ്ട്, എനിക്ക് പൂവേ വരാറില്ല. അപ്പോൾ ഒരു സീക്രട്ട് ഉപയോഗിച്ചാണ് കേട്ടോ പൂക്കൾ വന്നത്. എൻ്റെ കയ്യിലും ബഡ് വന്നു, പുതിയ തൈകൾ മുളച്ചു എന്നൊക്കെ. മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുക. മോൺസ്റ്റർ ഓർക്കിഡിൽ വരെ ചെറിയ തൈയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അതെന്താണ് സീക്രട്ട് എന്ന് എന്നെപ്പോലെ ഓർക്കിഡ് വളർത്താൻ ഫ്ലോപ്പായവർക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ട് തരണേ. ഞാൻ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട്. ചിലരൊക്കെ ബഡ് വരാനുള്ള ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഈ ഹാങ്ങിങ് പോട്ട് എത്തി നോക്കാൻ പറ്റുന്ന ഒരു രക്ഷയില്ല. വലിയ ചെയറൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് പൊങ്ങി നോക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഭയങ്കര മടി. അങ്ങനെയാണ് ഒരു ഐഡിയ തോന്നിയത്. ഫോണിൻ്റെ മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ട് അതിനകത്ത് ആളുണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒളിച്ചിരിപ്പുണ്ട് ആൾ. എന്തായാലും അതിൻ്റെ അമ്മയെ കാണാനില്ല, അഴുകി പോയിട്ട് കുട്ടി മാത്രം ഒളിച്ച് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു തൈയാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിൽ കിടക്കുമ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല രസമായിട്ട് കിടക്കുന്നു കരുതിയിട്ട് റെഡ് പോട്ടിൽ വെച്ചതാണ്. പക്ഷേ ആളെ കാണാനില്ല, എൻ്റെ കുട്ടി മാത്രമുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ കാട് പിടിച്ചിരിക്കുന്നു. അതിനെയൊക്കെ പറിച്ച് എടുത്തു. ഈ ക്യാമറ വെച്ച് തന്നെ നോക്കി കണ്ടാണ് പറിച്ചെടുത്തത്. അപ്പോൾ ഇവനെ അങ്ങ് കളയാം, മറ്റേ ചെടി വളരുന്നത് വരെ ഈ ഒരു കാട്ടുചെടി തൂങ്ങിക്കിടക്കട്ടെ എന്ന് കരുതി. കാട്ടുചെടിയാണെങ്കിലും കാണാനൊക്കെ ഇത്തിരി ചന്തമൊക്കെ ഉണ്ടല്ലേ. എന്തായാലും ഇവനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയില്ല. പിന്നെ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ റംബൂട്ടാനെല്ലാം ചാഞ്ഞു. അപ്പോൾ മഴ അങ്ങ് തകർത്ത് പെയ്യട്ടെ, ഞാൻ എന്തെങ്കിലും താഴേക്ക് പോവാണ്. കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചുകൊണ്ട് പോയി ഇതൊക്കെ ഇനി ഇരുന്ന് തിന്ന് തീർക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഈ റംബൂട്ടാൻ ഒരെണ്ണം പോലും തരില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞതാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്